ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹെയർ ബോയ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടി ഐറ്റങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. സ്റ്റോൺ ഉണ്ട്, പിന്നെ ഗ്ലൂ, ഹെയർ ബോ, പിന്നെ നെറ്റാണ് കേട്ടോ. നമ്മൾ ഫ്രോക്കിലൊക്കെ വെക്കുന്ന നെറ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ബാലൻസ് ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഇന്ന് ചെയ്തെടുക്കാം, നന്നായിട്ടുണ്ടാവും കേട്ടോ കാണാനൊക്കെ. ഇത് വന്നിരിക്കുന്നത് 3 ഇഞ്ച് വീതിയുള്ള ഒരു നെറ്റാണ് കേട്ടോ. ഇതൊക്കെ ഫ്രോക്കിന്റെ അടിയിലൊക്കെ വെക്കുന്നതാണ്. ഫ്രോക്കൊക്കെ നമ്മൾ പൊന്തി നിൽക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. നീളം വന്നിട്ട് ഞാൻ എന്താണ് ടേപ്പ് വെച്ചിട്ടൊന്നും മെഷർമെന്റ് ചെയ്തിട്ടില്ല. ഞാൻ ബോ എത്ര വലുത് വേണം അതിനനുസരിച്ചിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മെഷർമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ആദ്യം വലിയ പീസ് എടുത്തിരിക്കും, പിന്നെ അതിന്റെ തൊട്ട് താഴെ 2 ഇഞ്ച് കമ്മിയാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ തൊട്ട് താഴെ അതേപോലെ 2 ഇഞ്ച് കമ്മിയാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെയാണ് കേട്ടോ ഞാൻ നൂലെടുത്ത് ചുറ്റി കൊടുക്കുകയോ ചെയ്യുന്നത്. നമുക്ക് സൂചിയും കൊണ്ട് തുന്നി കൊടുക്കാം, ഞാൻ നൂലും കൊണ്ട് ചുറ്റി കൊടുക്കുന്നത്. ഇതാണ് കേട്ടോ എളുപ്പം. പിന്നെ അതിനുശേഷം ഇതേപോലെ എല്ലാത്തിലും ഞാൻ ചുറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 ബോയും ഞാൻ നൂലും കൊണ്ട് ചുറ്റിയെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വെക്കാൻ പോകുന്ന സ്റ്റോൺ ആണ് കേട്ടോ. ഇതേപോലെയുള്ള സ്റ്റോണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് നമുക്ക് ഒരു ലൈൻ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് വന്നിട്ട് 2-3 ലൈൻ ഉള്ളതാണ്. ഞാൻ അതൊന്ന് ഒരു ലൈൻ മാത്രം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് മേലെ വെച്ച് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചെറിയ സ്റ്റോണൊക്കെ ഒട്ടിച്ചു കൊടുക്കാറുണ്ട്.
നമുക്ക് 3 ബോയും കൂടി ഒന്നിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം വലിയ ബോയ്, അതിന്റെ മേലെ ചെറിയ ബോയ്, പിന്നെ അതിന്റെ മേലെ തൊട്ട് ചെറിയ ബോയ്, അങ്ങനെ 3 കൂടി ഒട്ടിച്ചു കൊടുത്ത് നമുക്ക് ഞാൻ സിൽവർ കളർ ഹെയർ ബോയില് അതിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫ്രോക്കൊക്കെ അടിച്ച് ബാക്കി നെറ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനൊക്കെ, തലയിലൊക്കെ ഇട്ടാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. ഞാൻ ഒട്ടിച്ചു കൊടുത്ത ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി വീണ്ടും ഞാൻ ഇതൊന്ന് നൂലും കൊണ്ട് ഒന്നും കൂടി ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒന്നും കൂടി നമുക്കൊരു ബലം ഉണ്ടാവും. ഇനി നടുഭാഗത്തും കൂടി നമുക്ക് ഇതേപോലെയുള്ള സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം, എല്ലാവരും വൈറ്റ് കളറുള്ള ഏത് സ്റ്റോൺ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിന്റെ ബാലൻസ് വരുന്ന ബാക്കി ഭാഗമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ പുറത്ത് കാണുന്ന സിൽവർ കളർ കമ്പി ഉണ്ടല്ലോ, അതിലും കൂടി ഞാൻ ഈ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 2 ലൈൻ വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹായ്, എന്ത് ഭംഗിയാണ് കാണാൻ, നോക്ക് നല്ല രസമില്ലേ. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് കമന്റ് ബോക്സിലൊക്കെ പറയണേ. ഞാൻ ഇതേ ഡിസൈനിൽ വേറെ ഒന്നും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ സ്റ്റോൺ വന്നിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. രണ്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒന്നാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു. പിന്നെ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.